റേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബൺ കോമ്പൗണ്ടുകളെ പറ്റിയിട്ട് പഠിച്ചുവല്ലോ. കാർബൺ കോമ്പൗണ്ട് അല്ല, കാർബൺ എന്ന എലമെൻറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കാർബൺ എന്ന നോൺ മെറ്റലിനെ പറ്റിയിട്ടും അതിൻ്റെ അലോട്രോപിക് ഫോമുകളെ പറ്റിയും നമ്മൾ വിശദമായി എന്ത് ചെയ്തു പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ കാർബൺ കോമ്പൗണ്ടുകളിൽ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് കോമ്പൗണ്ടല്ല, രണ്ട് കോമ്പൗണ്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് കാർബൺ ഡയോക്സൈഡ്, മറ്റൊന്ന് കാർബൺ മോണോക്സൈഡ്. പിന്നെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബണേറ്റും ബൈകാർബണേറ്റും എന്താണെന്നും അതുപോലെ കാർബണേറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നമ്മളതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കാർബൺ ഒന്നും അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, രണ്ട് ഓക്സിജനും കൂടെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കാർബൺ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട് എയറിൽ ബേൺ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മീഥൈൻ എന്ന് പറയുന്ന നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ഹീറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കിട്ടും. ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങൾ എയറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, കത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് CO2 കിട്ടും, അതിനോടൊപ്പം തന്നെ എന്ത് കിട്ടും, H2O അഥവാ വാട്ടർ കിട്ടും. ഈ പ്രോസസ്സാണ് കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടികളിലൊക്കെ ഇത് പല രീതിയിൽ കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാറുണ്ട്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലബോറട്ടറിയിലും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാസ്കിനകത്ത് നമ്മൾ ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണ്. അതിനകത്തോട്ട് കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റലുകൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഒരു ബീക്കറിനകത്തോട്ട് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ കാൽഷ്യം കാർബണേറ്റ്, നിങ്ങൾക്കറിയാലോ കാൽഷ്യം കാർബണേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, CaCO3, കാക്കോ3 എന്നൊക്കെ പറയുന്ന കാൽഷ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽഷ്യവും ഈ ക്ലോറിനുമായിട്ടും എന്ത് ചെയ്യും, ബോണ്ട് ഉണ്ടാക്കും. അതുപോലെ ഈ ഹൈഡ്രോജനും ഓക്സിജനുമായിട്ട് എന്തുണ്ടാക്കും, ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിയാക്ഷൻ്റെ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CA അഥവാ കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, KCl പ്ലസ് ഹൈഡ്രോജനും ഓക്സിജനും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, വാട്ടർ കിട്ടും. പ്ലസ് നമുക്ക് എന്ത് കിട്ടും, CO2 ഗ്യാസ് കിട്ടും. പിന്നെ എന്ത് കിട്ടും, CO2 ഗ്യാസ് കിട്ടും. അതായത് CaCO3 നമുക്കിവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ഏതാണ്ട് റിയാക്ഷൻ എന്താവും, ബാലൻസ്ഡ് ആവും. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ നിൽക്കുമോ, ഇല്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മളതാ ഈ കാണുന്ന ട്യൂബ് വഴി എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വന്ന് ഈ പറയുന്ന ജാറിനകത്തേക്ക് കളക്ട് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന ജാറിനകത്തേക്ക് അല്ലെങ്കിൽ ഇത് പറയുന്ന ജാറിലേക്ക് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇട്ടേക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, CaOH ട്വൈസ്, ഇതിന് നമ്മൾ ലൈം വാട്ടർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ഇവൻ്റെ ഒരു ഓമന പേരുണ്ട്. ആ ഓമന പേരാണ് എന്ത്, ലൈം വാട്ടർ. എന്താണ്, ലൈം വാട്ടർ. കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക്, ഇങ്ങനത്തെ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ പേര് പരീക്ഷയ്ക്ക് എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എന്ത് ചെയ്യണം, കാണാതെ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ലൈം വാട്ടർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് അടങ്ങുന്ന ഒരു ഈ പറയുന്ന ബീക്കറോട് നമ്മൾ കടത്തി വിട്ടാൽ എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CO2 ഗ്യാസ്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈ ലൈം വാട്ടറിനെ എന്തായിട്ട് മാറ്റും, അതിനെ മിൽക്കി ആയിട്ട് മാറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ നിറം വെള്ള നിറത്തിലോട്ട് മാറ്റും. അപ്പോൾ ഈ പറയുന്നതാണ് നമ്മൾ ഉണ്ടായ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, ഓക്കെ, എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ ഗ്യാസ് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ലൈം വാട്ടറിലൂടെ കടത്തി വിട്ടാൽ അത് ലൈം വാട്ടറിനെ എന്താക്കി മാറ്റും, മിൽക്കി ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ലാബിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലാതെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് നമ്മുടെ പ്രകൃതി തന്നെ നടക്കും. നമ്മൾ ഒരു ഫോസിൽ ഫ്യൂവൽ, ഓക്കെ, നമ്മളെടുത്ത് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിറക് കത്തിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലബോറട്ടറി പ്രിപ്പയർ ചെയ്യുന്നത്, കാൽഷ്യം കാർബണേറ്റ്
അത് വേറൊരു പേരും പറയും. മാർബിള്. നമ്മുടെ വീട്ടിലൊക്കെ തറയിലിടുന്ന മാർബിള് തന്നെ. അതിന് നമ്മൾ ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം കാൽഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് CaCl2 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വെള്ളവും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? മിൽക്കി ആയിട്ട് മാറുന്നു. ഇതാണ് ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ. CaCO3 + 2HCl ഗീവ്സ് CaCl2 + H2O + CO2. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കണം. ടെക്സ്റ്റ് തന്നിട്ടില്ല. ടെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. അത് കളർലെസ് ആണ്, നിറമില്ല. കാരണം നമുക്കിവിടെ ഉൽപ്പാദിപ്പിച്ച ഗ്യാസ് ഇങ്ങനെ പോകുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. കളർലെസ് ആണ്. ഇതൊരിക്കലും കമ്പഷനെ ഹെൽപ്പ് ചെയ്യില്ല. എന്ന് വെച്ചാൽ തീ കത്താൻ സഹായിക്കാത്ത ഗ്യാസാണ് ആര്? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനകത്ത് എന്ത് ഉപയോഗിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ സ്കൂളിലൊക്കെ വെച്ചിട്ടുള്ള കണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഓർഡർലെസ് ആണ്, മണമൊന്നുമില്ല. എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എയറിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് തുറന്നു വിട്ടാൽ അത് താഴെയേ കിടക്കത്തുള്ളൂ, എയറിൻ്റെ മുകളിലോട്ട് പോകത്തില്ല. അസിഡിക് ആണ് അക്വസ് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി, അസിഡിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒന്ന് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ ഉപയോഗിക്കും. പിന്നെ നമുക്കറിയാം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അഥവാ സോഡകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കും. ഇനി വാഷിംഗ് സോഡ നിർമ്മിക്കാനും ബേക്കിംഗ് സോഡ നിർമ്മിക്കാനും നമ്മളത് ഉപയോഗിക്കും. വാഷിംഗ് സോഡ എന്ന് വെച്ചാൽ Na2CO3 10H2O. ഈ 10H2O വന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ NaHCO3 സോഡിയം ബൈകാർബണേറ്റ് എന്ന് നമ്മൾ പറയും ബേക്കിംഗ് സോഡയെ. ബേക്കിംഗ് സോഡയെ പറ്റി നമ്മൾ പിന്നീട് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസർ പോലെയുള്ള യൂറിയ പോലെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. കാർബോജൻ ഉണ്ടാക്കാൻ. എന്താ കാർബോജൻ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്ന 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ കാർബോജൻ എന്ന് പറയുന്നത്. സോ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാർബോജൻ എന്ന് പറയുന്ന അതിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഉപയോഗം നിങ്ങൾക്കറിയാം, സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഈ സ്മോക്കി എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഡ്രൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡ്രൈ ഐസ് എന്ന് പറയും. നമ്മുടെ ദേവലോകവും സ്വർഗവും ഒക്കെ കാണിക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ സിനിമയിലൊക്കെ മൊത്തം പുകയായിരിക്കും അല്ലേ? ചതിക്കാത്ത ചന്തു സിനിമയ്ക്കകത്ത് നമ്മുടെ സലീം കുമാർ പറയുന്നുണ്ടല്ലോ, ആ ഡാൻസ് വരുമ്പോൾ സ്മോക്ക് വരണമെന്ന്. ആ സ്മോക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഡ്രൈ ഐസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് കാർബൺ മോണോ ഓക്സൈഡിലോട്ട് പോവാം. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഈ പറയുന്ന മീഥൈൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, എന്തെന്ന് പറയുന്ന സാധനം നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? ഇവിടെ ഇതടക്കം. അപ്പോൾ ഈ മീഥൈൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഫ്യൂവല് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കമ്പഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ലാതെ വന്നാൽ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ കാർബൺ സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്യും. കാർബണും വാട്ടറും ഫോം ചെയ്യും. ഈ കാർബൺ പിന്നീട് ഉണ്ടാകുന്ന ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും? കാർബൺ മോണോ ഓക്സൈഡ് ഫോം ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ് കാർബൺ മോണോ ഓക്സൈഡ്. ഈ 2 കാർബൺ എവിടെ നിന്നുണ്ടായെന്ന് വെച്ചാൽ അതാണ് ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് കമ്പഷനിലൂടെയാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ടെക്സ്റ്റിൽ അത് ഉണ്ടാവുന്ന രീതി പറയുന്നില്ല, നമുക്ക് റിയാക്ഷൻ മാത്രം പഠിച്ചാൽ അത് ആവശ്യമില്ലാത്ത പഠിക്കണം. പക്ഷേ ഞാൻ വന്ന വഴി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫ്യൂവലുകൾ സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ, അതായത് നിങ്ങളൊരു വിറക് അടുപ്പിനകത്ത് വിറക് കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുത്തിക്കയറ്റി വെച്ചാൽ അവിടെ ഈ വിറക് കത്താനുള്ള സഫീഷ്യൻ്റ് ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡ് ചെറിയ രീതിയിലുണ്ടാകും. വണ്ടികളിൽ നിന്നും വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കാർബൺ ഉണ്ടാകുന്ന ഈ കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. പ്രശ്നം, ഇതൊരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസാണ്. അതായത് ഇത് നമ്മൾ ശ്വസിച്ചാൽ അത്ര നല്ലതല്ല. കാരണം നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനാണ് നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ പറയുന്ന ഹീമോഗ്ലോബിനുമായിട്ട് നമ്മുടെ കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. ഇതുണ്ടാക്കും കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓക്സിജനേക്കാളും കുറച്ച് അഫിനിറ്റി കൂടുതലാണ് ഹീമോഗ്ലോബിനായിട്ട്. അതുകൊണ്ട് ഹീമോഗ്ലോബിൻ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കാർബൺ മോണോക്സൈഡിന് ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ പോകും. അപ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും അത് കാരണമായിട്ട് മരണത്തിലോട്ട് വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. സോ കാർബൺ മോണോക്സൈഡ് പറയും പോലെ അത്ര നല്ലൊരാൾ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ കാർബണിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയോ ചെയ്യുന്ന സമയത്ത് എപ്പോൾ കമ്പഷൻ നടക്കുന്ന സമയത്ത് ഇതാണ് കമ്പഷൻ ഞാൻ മോൾ എഴുതിയിരിക്കുന്നത് അപ്പോഴാണ് എന്തുണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് കാരണം ഇത് ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുകയും ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാക്കുകയും അതിലൂടെ മരണം വരെ സംഭവിക്കാം എന്നാൽ ഇതിന് ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഗ്യാഷ്യസ് ഫ്യൂവലായിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് ഇനി വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കും അപ്പോൾ ഇവിടെ നിന്നൊരു സംശയം വരും ഈ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് നമുക്കറിയാം അത് കാർബൺ മോണോക്സൈഡും ഒരാളുമായിട്ട് ചേരുന്നതാണ് ഓക്കെ കാർബൺ മോണോക്സൈഡും കാർബൺ മോണോക്സൈഡും ഹൈഡ്രോജനുമായിട്ട് ചേരുമ്പോഴാണ് വാട്ടർ ഗ്യാസ് ഉണ്ടാവുന്നത് ഇത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ് നിങ്ങൾക്കറിയാം ഹൈഡ്രോജനസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആ പേര് വന്നതെന്നൊക്കെ അറിയാം അതിൻ്റെ അർത്ഥം വാട്ടർ പ്രൊഡ്യൂസിങ് ആണ് അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ അത് കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ആരാ ചേരുന്നത് അത് ഹൈഡ്രോജനാണ് ചേരുന്നത് എന്നാൽ പ്രൊഡ്യൂസർ ഗ്യാസിനകത്ത് എന്താ ചെയ്യുന്നത് നൈട്രോജൻ എന്നെ പ്രൊഡ്യൂസ് ചെയ്തു എന്നങ്ങ് ആലോചിച്ച് വെച്ചാൽ മതി ആരും കേട്ട് ഞെട്ടരുത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടുകാരെയൊക്കെ നമ്മൾ പ്രൊഡ്യൂസർമാരെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തു എന്നെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നൈട്രോജൻ അപ്പോൾ പ്രൊഡ്യൂസർ ഗ്യാസ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടെന്ന് പറയുന്ന വാട്ടർ ഫോമിങ് ഗ്യാസാണ് ഹൈഡ്രോജൻ സോ കാർബൺ മോണോക്സൈഡും ഹൈഡ്രോജനും ചേർന്നാൽ അത് വാട്ടർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും നൈട്രോജനും ചേർന്നാൽ അത് പ്രൊഡ്യൂസർ ഗ്യാസ് ഇത് രണ്ടിൻ്റെയും പേരിൽ സംശയം വരും അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അതുപോലെ എന്താണ് മെറ്റലർജിയിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടും ആരും ഉപയോഗിക്കാറുണ്ട് കാർബൺ മോണോക്സൈഡിന് ഉപയോഗിക്കാറുണ്ട് ഞാൻ റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് മുന്നത്തെ ക്ലാസ്സുകളിലും പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്ന രീതി അറിയാലോ എപ്പോഴാണ് ഈ പറയുന്ന കാർബണിൻ്റെ അളവ് കൂടുതലോ ഓക്സിജൻ്റെ അളവ് കുറവായിട്ട് കമ്പഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു CO എന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു അതൊരു പോയിസണസ് ഗ്യാസ് ആണ് അത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു അത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇല്ലാതാക്കുന്നു മരണം ഉണ്ടാക്കുന്നു ഉപയോഗം ഗ്യാഷ്യസ് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നു വാട്ടർ ഗ്യാസും അതുപോലെ പ്രൊഡ്യൂസർ ഗ്യാസും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു റെഡ്യൂസിങ് ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ 2 കോമ്പൗണ്ട് കഴിഞ്ഞു തീർന്നു ഇനി 2 പോയിന്റ് കൂടെ പഠിക്കാനുള്ളൂ ഒന്ന് കാർബണേറ്റും ബൈകാർബണേറ്റും എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം നോക്കി നിങ്ങൾ വാഷിംഗ് സോഡ കണ്ടോ Na2CO3 ബേക്കിംഗ് സോഡ കണ്ടോ NaHCO3 അപ്പോൾ ഈ CO3 എന്ന് പറയുന്നതാണ് എന്ത് കാർബണേറ്റ് HCO3 എന്ന് പറയുന്നതാണ് എന്ത് ബൈകാർബണേറ്റ് അപ്പോൾ ഓർത്ത് വെച്ചോളണം CO3 എന്നാൽ അത് കാർബണേറ്റ് അയോൺ HCO3 മൈനസ് എന്നാൽ അത് ബൈകാർബണേറ്റ് അയോൺ ഇത് രണ്ടും പല ആൾക്കാരുമായിട്ട് ചേരും ഉദാഹരണത്തിന് കണ്ടോ സോഡിയവുമായിട്ട് ഈ പറയുന്ന കാർബണേറ്റ് ചേരുന്നു അതിനോടൊപ്പം വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത് ഒന്നുമില്ല അതിനകത്തൊരു 10 വാട്ടർ മോളിക്യൂളും കൂടെ വേണമെന്ന് ആലോചിച്ച് വയ്ക്കുക നമ്മളിതിനെ വാഷിംഗ് സോഡയായിട്ട് ഉപയോഗിക്കും എന്നാൽ അതേ സോഡിയത്തിനോടൊപ്പം തന്നെ ബൈകാർബണേറ്റ് ചേർന്നാൽ അത് ബേക്കിംഗ് സോഡ കേക്കും ബ്രെഡും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഇനി CO3 കാൽഷ്യവുമായിട്ട് ചേരുമ്പോൾ അതിനെ മാർബിൾ എന്ന് വിളിക്കും കണ്ടോ അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കാർബണേറ്റ് എന്ന് വെച്ചാൽ CO3 ബൈകാർബണേറ്റ് എന്ന് വെച്ചാൽ HCO3 CO3യും സോഡിയവും ചേർന്നാൽ വാഷിംഗ് സോഡ HCO3യും സോഡിയവും ചേർന്ന ബേക്കിംഗ് സോഡ CaCO3 എന്ന് വെച്ചാൽ മാർബിൾ അതാണ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന കാർബണേറ്റും ബൈകാർബണേറ്റും കാർബോണിക് ആസിഡുകളുടെ സോൾട്ട് ആണ് എന്ന് വെച്ചാൽ ഈ കാർബോണിക് ആസിഡ് H2CO3 ഇതാണ് H2CO3 ഇതിൻ്റെ സോൾട്ട് എന്ന് വെച്ചാൽ ഇതിൽ ന്യൂട്രലൈസേഷൻ നടക്കുമ്പോഴാണ് ഈ പറയുന്ന കാർബണേറ്റും ബൈകാർബണേറ്റും ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന കാർബണേറ്റും ബൈകാർബണേറ്റും അപ്പോൾ കാർബണേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും ബൈകാർബണേറ്റ് എന്ന് വെച്ചാൽ നോക്കി കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് CO3 വന്നാൽ കാർബണേറ്റ് HCO3 വന്നാൽ ബൈകാർബണേറ്റ് ഓർത്ത് വയ്ക്കുക സംഭവം ഓർത്ത് വയ്ക്കുക ഇനി ഇവിടെ കാർബണേറ്റ് സോൾട്ടിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നുണ്ട് സിമ്പിളാണ് ഒരു സോൾട്ട് കാർബണേറ്റ് ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള സോൾട്ട് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ അതിനകത്ത് ബാരിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ മതി അവിടെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈറ്റ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ തരി പോലത്തെ പത പോലൊരു സാധനം ഇപ്പോൾ ഒരു ബീക്കറിനകത്ത് നമ്മൾ ഈ പറയുന്ന ഒരു സോൾട്ട് നമ്മൾ എടുത്തു അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു
ബാരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. എന്ത് ആഡ് ചെയ്തു? BaCl2 എന്ന ബാരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് വൈറ്റ് നിറത്തിലുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കാർബണേറ്റ് ഉണ്ടെന്നാണ്. ഈ സാൾട്ട് കാർബണേറ്റ്, ഈ CO3 ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു സോൾട്ട് ആണെന്നാണ് അർത്ഥം. ഇനി ഈ പറയുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് സോല്യൂബിൾ ആയിട്ട് പോകും. ഇത് എന്ത് ചെയ്യും? ഇത് അലിഞ്ഞു പോകും. കാരണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാലോ, HCl-ഉം ഈ പറയുന്ന പ്രസിപ്പിറ്റേറ്റും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറിപ്പോവും. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? അത് അലിഞ്ഞു പോകുന്നതെന്ന് പറയുന്നത്. അതായത് ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് സോല്യൂബിൾ ഇൻ ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദ സോൾട്ട് ഈസ് കാർബണേറ്റ്. കാരണം ഈ പറയുന്ന ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അലിയണമെങ്കിൽ അത് എന്തായിരിക്കണം? അതൊരു കാർബണേറ്റ് സോൾട്ടിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കണം. ഇത്രേ പറയുന്നുള്ളൂ. ലാസ്റ്റ് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. ഇത് ഓൾറെഡി ഞാൻ നോട്ടിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രോജനും ഞാൻ പറഞ്ഞു തരതേ ഉള്ളൂ. കണ്ട, കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോജനും. ഒന്നാമത്തെ ഓപ്ഷൻ പ്രൊഡ്യൂസർ ഗ്യാസ്, രണ്ടാമത്തെ വാട്ടർ ഗ്യാസ്. പറ, കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോജനും, ഹൈഡ്രോജൻ വാട്ടർ ഫോമിങ്, അപ്പോൾ വാട്ടർ ഗ്യാസ്. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? വാഷിംഗ് സോഡ Na2CO3 10H2O. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? NaHCO3. ഇതുപോലത്തെ ടേബിളുകൾ പരീക്ഷയ്ക്ക് വന്ന് നിങ്ങളെ വട്ടം ചുറ്റിക്കും. സോ പേരുകളുള്ള കോമ്പൗണ്ടുകൾ ഒരു പ്രത്യേക പേപ്പറിൽ എഴുതി വെച്ച് പഠിച്ചോളണം. അപ്പോൾ ഇനി വരുന്ന നൈട്രോജനാണ്. നൈട്രോജൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈങ് സോൾട്ടൊക്കെ ഞാനിവിടെ നോട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.